യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. സ്ലീഹ നോമ്പിൽ ഇന്നത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായ ബർത്തുലോമായെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം. സമവീക്ഷണ സുവിശേഷങ്ങളിൽ ബർത്തുലോമായുടെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. എന്നാൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ബർത്തുലോമായി എന്ന പേര് ഒരിടത്തും കാണുവാൻ കഴിയില്ല. എന്നാൽ യോഹന്നാൻ പറയുന്ന നഥനയേലാണ് ബർത്തുലോമായി എന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. ബർത്തുലോമായി എന്ന പദത്തിന് അർത്ഥം സൺ ഓഫ് ടോളമി, തിലോമായിയുടെ മകൻ എന്ന് മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ. തിയഡോറോസ് എന്ന യവന വാക്കിൻ്റെ എബ്രായ പദമാണ് നഥനയേൽ. നഥനയേൽ എന്ന വാക്കിന് ഗോഡ്സ് ഗിഫ്റ്റ്, ദൈവദാനം എന്നത്രേ അർത്ഥമാക്കുന്നത്. ഗലീലായിലെ കാനായിൽ നിന്നുള്ളവനാണ് നഥനയേൽ. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം കാനാവിലേക്ക് പോകുന്ന സന്ദർഭത്തിലാകാം ഫിലിപ്പോസ് തൻ്റെ സ്നേഹിതനായ നഥനയേലിൻ്റെ അടുക്കൽ ചെന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുകയും യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നഥനയേലിനെ കൊണ്ടുപോവുകയും യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായി നഥനയേൽ തീരുകയും ചെയ്യുന്നത്. വിശുദ്ധ ബർത്തുലോമായി ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് എന്നും തുടർന്ന് അർമേനിയയിലേക്ക് പോവുകയും അവിടെ വെച്ച് രക്തസാക്ഷിയായി തീർന്നു എന്നും അത്രേ പാരമ്പര്യം പറയുന്നത്. ഈ വിഷയങ്ങൾ ധ്യാനിക്കാനായി നമുക്ക് ഒരുങ്ങാം. വേദപുസ്തകത്തിൽ വിശുദ്ധ നഥനയേലിനെ കുറിച്ച് ഉള്ള റെഫറൻസ് നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെയാണ്. യോഹന്നാൻ ഒരിക്കൽ പോലും ബർത്തുലോമായി എന്ന പേര് രേഖപ്പെടുത്തിയതായി കാണുന്നില്ല. അതിന് കാരണം ബർത്തുലോമായി എന്ന പേര് ഒരു യഥാർത്ഥ നാമമല്ല. സൺ ഓഫ് ടോളമി, തിലോമായിയുടെ മകൻ എന്നു മാത്രമേ അർത്ഥമാക്കുന്നുള്ളൂ. നഥനയേൽ എന്നുള്ള യഥാർത്ഥ നാമം വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് പൊതുവെ ചിന്തകന്മാരുടെ അഭിപ്രായം. വിശുദ്ധ നഥനയേലിനെ കുറിച്ചുള്ള ശ്രദ്ധേയമായ ചില ധ്യാന ചിന്തകൾ നമുക്ക് ലഭ്യമാകുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. 1-ാം അധ്യായം 45 മുതലുള്ള വാക്യങ്ങൾ. ഒന്നാമതായി ബർത്തുലോമായെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന ചിന്ത ഒരു നെഗറ്റീവ് ടോണുള്ള ചിന്തയാണ്. ഹി വാസ് എ മാൻ ഓഫ് പ്രിജുഡിസ്. യേശുക്രിസ്തുവിനെ കുറിച്ച് ഫിലിപ്പോസ് നഥനയേലിനോട് പറയുമ്പോൾ നഥനയേലിൻ്റെ ഒരു പ്രത്യേക റിമാർക്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 46-ാമത്തെ വാക്യത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്രകാരം നഥനയേൽ ഫിലിപ്പോസിനോട് ചോദിക്കുന്നു, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന്. നസ്രത്തിനെ കുറിച്ച് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത നിസാരവൽക്കരിക്കുന്നതായ ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഫിലിപ്പോസിന് കൊടുക്കുന്ന മറുപടിയാണ് ഈ വേദഭാഗത്തെ കാണുന്നത്. മാൻ ഓഫ് പ്രിജുഡിസ്, മുൻവിധിയോടുകൂടെ നസ്രയത്ത് എന്ന ചെറു ഗ്രാമത്തെ കുറിച്ച് പറയുകയാണ്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാകാം ഒരുപക്ഷെ നഥനയേൽ ഇങ്ങനെ ഒരു റിമാർക്സ് പറയുന്നതിനായി കാരണം ആയത്. 1, നസ്രയത്തുകാരുടെ കൾച്ചർ. 2, അവരുടെ റൂഡ് ഡയലക്റ്റ്. 3-ാമതായി their കോണ്ടാക്ട് വിത്ത് ജെൻറ്റൈൽസ്. 4-ാമതായി ഇത് ഒരു ചെറു പട്ടണമാണ്, ഒരു സാധാരണ പട്ടണമാണ്. വേദഗ്രന്ഥങ്ങളിൽ പരാമർശിക്കാത്തതായ ഒരു പദമാണ് നസ്രയത്ത് എന്നുള്ളത്. അതുകൊണ്ട് യഹൂദന്മാർ, പ്രത്യേകിച്ച് ഗലീലയിലുള്ളവർ, ഈ ചെറു പട്ടണമായ നസ്രയത്ത് ഒരു വാണ്ട് ഓഫ് കൾച്ചറിൻ്റെ അടയാളമായി, പരുഷമായ ഡയലക്റ്റ് ഉപയോഗിക്കുന്ന ഒരു ഗ്രാമമായും വിജാതീയരോട് സംസർഗം കൂടുന്നതായ ആളുകളായിട്ടും അത്രേ യഹൂദന്മാർ കണ്ടിരുന്നത്. അതുകൊണ്ട് നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നുള്ളത് ഒരു പ്രോവർബിയൽ ഫ്രേസായിട്ട് രൂപാന്തരപ്പെട്ടു. നിസാരവൽക്കരിക്കുന്നതിന് വേണ്ടി നഥനയേൽ ഉപയോഗിച്ച ഒരു വാക്കാണ്. നമുക്ക് ഒരു ആത്മീയമായ ചിന്ത നൽകുകയാണ്. മുൻവിധിയോടുകൂടെ ചില വിഷയങ്ങളെ കാണുമ്പോൾ പരാജയപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. ഫിലിപ്പോസ് നഥനയേലിനോട് പറയുകയാണ്, യു കം ആൻഡ് സീ, നീ വന്ന് ഈ നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് കാണുവാൻ അവിടെ നിന്നും വന്നിരിക്കുന്ന യേശുവിൻ്റെ അടുക്കലേക്ക് നീ വരണം. പ്രിയമുള്ളവരെ, നമ്മുടെ ചില മുൻവിധികളെയും മുൻ നിശ്ചയങ്ങളെയും ഒക്കെ മാറ്റിമറിക്കുവാൻ ഒരുപക്ഷെ യേശുക്രിസ്തുവുമായുള്ള ഒരു കൺഫ്രണ്ടേഷനിലൂടെ സാധ്യമാകും. ഏതെങ്കിലും വിധത്തിൽ മുൻവിധിയോടുകൂടെ ഏതെങ്കിലും മതത്തെയോ ജാതിയെയോ മനുഷ്യരെയോ സ്ത്രീയെയോ പുരുഷനെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ
യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നതിലൂടെ നമുക്കൊരു പുതിയ ദർശനം ലഭിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായി നഥനയേൽ രൂപാന്തരപ്പെടുന്നു. രണ്ടാമതായി യേശു ഇവനെ നോക്കി പറയുന്നതായ ഒരു ശ്രദ്ധേയമായ വാക്കാണ്, ഇവൻ സാക്ഷാൽ ഇസ്രയേലിയൻ, ഇവനിൽ കപടമില്ല. എ ട്രൂ ഇസ്രായേലൈറ്റ് ആൻഡ് എ മാൻ ഓഫ് നോ ഗായൽ. നല്ല ഒരു ഇസ്രായേലിയൻ, അവനിൽ യാതൊരു കപടവുമില്ല എന്ന് യേശു ക്രിസ്തു പറയുന്നു. എന്താണ് നഥനയേലിനെ കുറിച്ച് ഇപ്രകാരമുള്ള ഒരു പോസിറ്റീവ് റിമാർക്കിന് കാരണം? സാക്ഷാൽ ഇസ്രായേലിയൻ എന്നുള്ള വാക്കിന് സുറിയാനി പേർഷ്യൻ തർജ്ജമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എ ട്രൂ സൺ ഓഫ് ജേക്കബ് എന്നത്രേ. ഒരു യഥാർത്ഥ യാക്കോബ് പുത്രൻ, സൺ ഓഫ് ഇസ്രായേലൈറ്റ് ഓർ എ പെർഫെക്റ്റ് ഇസ്രായേലൈറ്റ് എന്നത്രേ അർത്ഥമാക്കുന്നത്. He was strong in Jewish faith and understanding. He was so strong in his religion. തൻ്റെ മതത്തിൽ അതീവ ആഴത്തിൽ വിഷയങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളവൻ. നസറേത്ത് എന്നുള്ള പദം പഴയ നിയമത്തിൽ പ്രവചന ഗ്രന്ഥങ്ങളിൽ കാണാത്തതുകൊണ്ട് ആയിരിക്കാം ഒരുപക്ഷെ നഥനയേൽ ഫിലിപ്പോസിനോട് നസറേത്തിൽ നിന്ന് വല്ല നന്മയും ഉണ്ടാകുമോ എന്ന് ചോദിച്ചത്. എന്നാൽ യേശു കർത്താവ് അതിന് അതുപോലെ മറുപടി പറയുന്നില്ല. യേശു അവനെ ശ്ലാഘിക്കുകയാണ്. നീ യഥാർത്ഥമായും ഒരു ഇസ്രായേലിനാണ്, നല്ല ഒരു ഗലീലക്കാരനാണ്, കാപട്യവും ഇല്ലാത്തതായ ഒരു യഹൂദ്യൻ. യേശു അവനെ നല്ല വാക്കുകൾ കൊണ്ട് ശ്ലാഘിക്കുകയാണ്. അല്പം മുമ്പാണ് യേശു ക്രിസ്തുവിൻ്റെ പട്ടണമായ നസറേത്തിനെ കുറിച്ച് അവൻ്റേതായ ഒരു ബാഡ് റിമാർക്ക് അവൻ പറഞ്ഞത്. എന്നാൽ യേശു അവനെ സ്വീകരിക്കുന്നത് നല്ല വാർത്തകൾ കൊണ്ടാണ്, നല്ല വാക്കുകൾ പറഞ്ഞാണ്. യേശുക്രിസ്തു എന്ന ജീവിക്കുന്ന മാതൃകയ്ക്ക് അപ്പുറമായി ഒരു നല്ല ജീവിത മാതൃകയും കാണിച്ചു വെച്ച ഒരാൾ ഇന്ന് വരെ ഭൂമുഖത്ത് ഇല്ല. തന്നെ കുറ്റം പറയുമ്പോഴും നിന്ദിക്കുമ്പോഴും അപമാനിക്കുമ്പോഴും ക്രൂശിൽ കർത്താവ് കിടക്കുമ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അരുമനാഥൻ്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് തൻ്റെ ശിഷ്യത്വത്തിലേക്ക് നഥനയേൽ പ്രവേശിക്കുമ്പോൾ ലഭിക്കുന്നത്. നീ സാക്ഷാൽ ഇസ്രയേലിനാണ്, നിന്നിൽ യാതൊരു കപടവും ഇല്ല എന്നുള്ളത്. സിറിയക് പേർഷ്യൻ തർജ്ജിമകളിൽ സാക്ഷാൽ ഇസ്രയേലിയൻ എന്നുള്ളതിന് എ ട്രൂ സൺ ഓഫ് ജേക്കബ്, യഥാർത്ഥ യാക്കോബ് പുത്രനാണ് നഥനയേൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഒരു വിഷയത്തെ ഊന്നിക്കൊണ്ടാണ് യേശു കർത്താവ് തുടർന്ന് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ 51-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ തൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് പഴയ നിയമത്തിൽ യാക്കോബ് കാണുന്ന ഒരു ദർശനം കൂടെയാണല്ലോ. കർത്താവ് മറ്റുള്ളവരെ സ്നേഹിപ്പാനും മറ്റുള്ളവരുടെ പാരമ്പര്യങ്ങളിൽ ഒട്ടും തന്നെ കുറവ് വരുത്തുവാനും ആഗ്രഹിക്കുന്നവനല്ല. ഒരുപക്ഷെ മറ്റുള്ളവരെ കുറച്ചു കാണിക്കുവാൻ നാടിനെക്കുറിച്ചോ ഭാഷയെക്കുറിച്ചോ അവരുടെ കൾച്ചറിനെ കുറിച്ചോ ഭക്ഷണ വേഷവിധാനങ്ങളെക്കുറിച്ചൊക്കെയോ കളിയാക്കിയെന്ന് വന്നേക്കാം. എന്നാൽ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്, നഥനയേലിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്, മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിലൂടെ സ്നേഹിക്കുന്നതിലൂടെ അവനെ നമ്മുടെ ഭാഗത്ത് കൊണ്ടുവരുവാൻ കഴിയും. നഥനയേൽ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായി അവൻ്റെ ലാവണ്യ വാക്കുകളുടെ മുമ്പാകെ അവൻ സമർപ്പിച്ച് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് ഇവൻ സാക്ഷാൽ ഇസ്രയേലിയൻ, ഇവനിൽ യാതൊരു കപടവുമില്ല എന്നുള്ളത് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്കുള്ള വിളിയുടെ അടയാളമായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. മൂന്നാമതായി നഥനയേൽ യേശുവിനോട് പറയുന്ന ഒരു വാചകമാണ്, എന്നെ എവിടെ വെച്ച് അറിയും? ഹൗ ഡു യു നോ മീ? ഹൗ ഡു യു നോ അബൌട്ട് മീ? എന്നെ എങ്ങനെ അറിയും, എപ്രകാരം അറിയും എന്നുള്ള ചോദ്യം. ഒന്നാമത്തെ നഥനയേലിൻ്റെ വാക്കുകൾ നസറേത്തിനെ കുറിച്ചുള്ളതാണ്. രണ്ടാമത്തെ അവൻ്റെ വാക്കുകൾ യേശുക്രിസ്തുവിനോടാണ്. യേശുക്രിസ്തുവിനോട് പറയുകയാണ്, നീ എങ്ങനെ എന്നെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അറിയാം? സാക്ഷാൽ ഇസ്രയേലിയൻ, കപടമില്ലാത്തവൻ എന്നുള്ള വിഷയങ്ങൾ പറഞ്ഞപ്പോൾ എങ്ങനെ നിനക്ക് എന്നെ അറിയാം എന്നുള്ളത്. ഇറ്റ് ഷോസ് ഹിസ് ലിറ്റിൽ നോളജ് അബൌട്ട് ജീസസ് ആൻഡ് ഹിസ് ഡിവൈൻ നോളജ്. യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിൻ്റെ ജ്ഞാനത്തെക്കുറിച്ചും ദൈവികമായ അറിവിനെക്കുറിച്ചുമുള്ള
അവന്റെ നിസ്സാരമായ അറിവിനെ സൂചിപ്പിക്കുന്നു. അവന്റെ മുമ്പാകെ നിൽക്കുന്നത് യേശുക്രിസ്തു ആണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ അവന് കഴിയാതെ പോകുന്നു. ചിലപ്പോൾ ഇത് സംഭവിക്കാൻ, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും യേശു അടുത്ത് ഉണ്ടായിട്ടും അത് യേശു ആണ് എന്ന് അറിയത്തക്കവണ്ണമുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിലേക്ക് പ്രവേശിക്കാത്തത് കൊണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള സംശയങ്ങൾ, ചോദ്യങ്ങൾ സ്വാഭാവികമാണ്. ചിലപ്പോഴെങ്കിലും ഞാനും നിങ്ങളും ചോദിച്ചിട്ടില്ലേ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ, കർത്താവേ നീ എവിടെയാണ്? എന്നെ നീ അറിയുന്നുണ്ടോ? നീ എന്നെ മറന്നു കളഞ്ഞുവോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ മുമ്പാകെ വരുമ്പോൾ നഥനയേൽ യേശുവിനെ വേണ്ട വിധത്തിൽ അറിയാതെ അവനോട് ചോദിച്ചതുപോലെ ഞാനും നിങ്ങളും ദൈനംദിന ജീവിതത്തിൽ ഒരുപക്ഷെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വേദഭാഗത്ത് കർത്താവ് പറയുന്ന മറുപടി, നീ അത്തിയുടെ തണലിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അവനെ കാണുന്നവനായിട്ടുള്ള ദൈവം, ദി ഒംനിപ്രസൻസ് ആൻഡ് ദി ഒംനീഷ്യൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തു സർവജ്ഞാനിയും സർവവ്യാപിയുമാണ്. അവൻ ദൈവമാണ്. അവനെ തിരിച്ചറിയുവാൻ കഴിയാതെ നാഥനയേൽ നിന്നതുകൊണ്ടാണ് എന്നെ നീ എവിടെ വെച്ച് അറിയും എന്ന് ചോദിച്ചത്. പ്രിയമുള്ളവരെ, എന്നെ അറിയുന്നവനായ ഒരു കർത്താവ്, എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലേക്ക് ഇറങ്ങി വരുന്നവനായ കർത്താവ്, ഹാഗാർ ഇപ്രകാരം പറയുകയുണ്ടായി, എന്നെ അറിയുന്നവനെ ഞാൻ ഇവിടെ കണ്ടുവല്ലോ. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലേക്ക്, എൻ്റെ ജീവിതത്തിൻ്റെ മരണകരമായ അനുഭവങ്ങളിലേക്ക് ഇറങ്ങി വരുന്നവനായ ഒരു ദൈവമുണ്ട് എന്നുള്ളത് ഹാഗാർ നമ്മെ ഓർപ്പിക്കുകയാണ്. എന്നെ എവിടെ വെച്ച് അറിയുമെന്നുള്ള നിസ്സാരമായ ചോദ്യം അവൻ യേശു ആരാണെന്ന് അറിയാത്തത് കൊണ്ട് സംഭവിച്ചതാണ്. യേശുക്രിസ്തുവിനെ വാസ്തവമായി അറിഞ്ഞുകൊണ്ട് കർത്താവിനെ അനുധാവനം ചെയ്യുവാൻ നമുക്ക് സാധ്യമാകട്ടെ. നഥനയേൽ അഥവാ ബർത്തിലോമായി യേശുവിനെ മനസ്സിലാക്കുവാനും അറിയുവാനും തുടങ്ങി. സംഭാഷണം മറ്റുള്ളവരെ മനസ്സിലാക്കുവാനുള്ള അവസരമാണ്. പ്രാർത്ഥനയാകുന്ന സംഭാഷണത്തിലൂടെ, നമ്മുടെ ഹൃദയം പകരുന്നതിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് എന്നെ അവൻ അറിഞ്ഞിരിക്കുന്നു, അവൻ എന്നെ കണ്ടിരിക്കുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളെ അവന് അറിയാമെന്നുള്ള ഉറപ്പോടുകൂടെ ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ട് സാധ്യമാകേണ്ടത് ആവശ്യമാണ്. നഥനയേലിന് പുതിയ ഉൾക്കാഴ്ചകൾ യേശുക്രിസ്തുവുമായുള്ള സംഭാഷണത്തിലൂടെ ലഭിക്കുകയാണ്. നാലാമതായി നഥനയേലിൽ കാണുന്നതായ സ്പിരിച്വൽ ഇൻക്ലിനേഷനാണ്. ഈസ് എ മാൻ ഓഫ് സ്പിരിച്വൽ ഇൻക്ലിനേഷൻ. ആത്മീയ ചായ്വുള്ളവൻ, ആത്മീയ വിഷയങ്ങളിൽ ജീവിതം നയിക്കുന്നവൻ. കാരണം ഇപ്രകാരം ക്രിസ്തു പറഞ്ഞു, അത്തിയുടെ ചുവട്ടിൽ നീ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. യഹൂദന്മാർ അവരുടെ ഭവനത്തിനോട് ചേർന്ന് അത്തി വൃക്ഷം നട്ടു വളർത്താറുണ്ട്. ആ തണലിൽ അവർ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിനായി സമയം ചെലവഴിക്കാറുണ്ട്. ദ ഫിഗ് ട്രീ സ്റ്റാൻഡ്സ് ഫോർ പീസ്, സെക്യൂരിറ്റി, റെസ്റ്റ് ആൻഡ് വർഷിപ്പ്. അത്തിവൃക്ഷം പ്രതിദാനം ചെയ്യുന്നത് സമാധാനം, സുരക്ഷിതത്വം, വിശ്രമം, ആരാധന. അത്തി യഹൂദ ജാതിയുടെ അടയാളമാണ്. അതുകൊണ്ട് നഥനയേൽ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നു എന്നതിൻ്റെ ആത്മീയമായ അർത്ഥം പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി അവൻ സമയം ചെലവഴിച്ചു എന്നുള്ളതാണ്. സാധാരണ ഏതൊരു യഹൂദനും അപ്രകാരം ചെയ്തുവെന്ന് വന്നേക്കാം. എന്നാൽ നഥനയേലിൻ്റെ ഈ പ്രവൃത്തി അസാധാരണമായ ഒരു പ്രവൃത്തിയായി യേശു കർത്താവ് കണ്ടതുകൊണ്ടാണ് ഇപ്രകാരം പറയുവാനായിട്ട് ഇടയായത്. നീ അത്തിവൃക്ഷത്തിൻ്റെ തണലിരിക്കുമ്പോൾ ഞാൻ കണ്ടു എന്നുള്ളത്. കാരണം ഇസ്രായേൽ ജനം ഒരു രാജാവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവർക്ക് ഒരു റോമ ചക്രവർത്തി അല്ല ആവശ്യം. യഹൂദന്മാരുടെ കൂട്ടത്തിൽ നിന്നും യഹൂദന്മാർക്ക് വേണ്ടിയുള്ള ഒരു രാജാവ് ഉണ്ടാകണം. അതുകൊണ്ട് അവരുടെ ധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രധാന വിഷയം ദ കൺസലേഷൻ ഓഫ് ഇസ്രായേൽ, ഇസ്രായേലിൻ്റെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളായിരുന്നു. പ്രത്യേകിച്ച് നഥനയേലിൽ ആ ഒരു പ്രത്യേകത യേശു കണ്ടതുകൊണ്ടായിരിക്കാം അത്തിവൃക്ഷത്തിന് കീഴിൽ ഇരിക്കുന്നു എന്നുള്ള പ്രത്യേകമായ റിമാർക്ക് പറയുവാനായിട്ടിടയായത്. സർവ്വസാധാരണമായി യഹൂദന്മാർ അങ്ങനെ ഇരിക്കുക പതിവാണെങ്കിലും നഥനയേലിൻ്റെ പ്രവൃത്തിയെ ശ്ലാഘിക്കുവാനുള്ള കാരണം ഇസ്രായേലിൻ്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരുന്നതായ യഹൂദന്മാരുടെ ഒരു പ്രതിനിധിയാണ് നഥനയേൽ. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏതൊരു യഹൂദന്റെയും പ്രതിനിധിയായിട്ടാണ് നഥനയേലിനെ ഈ വേദഭാഗത്തെ പറയുന്നത്. They were looking for the coming of a Jewish king. ഒരു യഹൂദ രാജാവ് ഉണ്ടാകുന്നതിനായി അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ യഹൂദന്റെ സമാധാനത്തിന് വേണ്ടി, യഹൂദന്മാരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, യഹൂദന്മാരുടെ
അനുഗ്രഹകരമായ ജീവിതത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതായ നഥനയേൽ ഇസ്രായേലിന്റെ പ്രതിനിധിയാണ്. പ്രിയമുള്ളവരെ, ഇന്നും ജെറുസലേമിൽ ദ ഹോളി സിറ്റിയിൽ യാതൊരു സമാധാനവും ഇല്ലാത്ത അവസ്ഥയാണ്. ഈയിടയിലാണല്ലോ ഹമാസിനെ ചെറുത്ത് തോൽപ്പിക്കുവാൻ, ഹമാസിന്റെ ഭീകര ആക്രമണത്തിൽ നിന്നും ഇസ്രായേൽ രക്ഷപ്പെടുവാൻ തക്കവണ്ണം പോരാട്ടം ആരംഭിച്ചത്. എത്രയോ ആളുകളാണ് മരണമടഞ്ഞത്. ഇത് എത്രയോ കാലങ്ങൾ കൊണ്ട് നടക്കപ്പെടുന്നതായ ഒരു യുദ്ധമാണ്. അറബ് രാജ്യങ്ങൾ ഒരു വശത്തും മറുവശത്ത് ഇസ്രായേലുമായി യുദ്ധം എത്രയോ വർഷങ്ങളുടെ പഴക്കമുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നും ഇസ്രായേലിന് സമാധാനം ഉണ്ടായിട്ടില്ല. അവർ മെസ്സിഹായ്ക്ക് വേണ്ടി ഇന്നും കാത്തിരിക്കുകയാണ്. എന്നാൽ ക്രൈസ്തവ സഭ വിശ്വസിക്കുന്നത് അവൻ രാജാതി രാജാവായി രണ്ടാമത് വരുന്നവനായിട്ടാണ്. അവന്റെ ആദ്യ വരവ് ഭൂമിയിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇനി വിശുദ്ധന്മാരെ ചേർക്കുവാൻ തക്കവണ്ണം അവൻ രാജാതി രാജാവായി ഭൂമിയിലേക്ക് വരും. സകല സൃഷ്ടിക്കും സമാധാനവും ആശ്വാസവും പകരുന്നതായിട്ടുള്ള ഒരു കാലമുണ്ട്. ഇന്നും യഹൂദന്റെ പ്രാർത്ഥന മെസ്സിഹായ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. സാക്ഷാൽ ഇസ്രായേലിയൻ എന്ന നഥനയേലിനെ വിളിക്കുമ്പോൾ യേശു അർത്ഥമാക്കുന്നത് ഇസ്രായേലിന് വേണ്ടി എരിവോടുകൂടെ പ്രാർത്ഥിച്ചതായ ഒരു മനുഷ്യൻ. സമാധാനം ഇസ്രായേലിന് മേൽ വരുമാറാകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ഒരു യഹൂദ രാജാവ് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചവനാണ് എന്നുള്ള സൂചന വ്യാഖ്യാനങ്ങളിലൂടെ ലഭ്യമാകുമ്പോൾ അതിനെ സാധൂകരിക്കുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായ ഒരാശയം നഥനയേലിന്റെ വായിൽ നിന്ന് വരുന്നുണ്ട്. റബി, നീ ദൈവപുത്രൻ, ഇസ്രായേലിന്റെ രാജാവ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 49-ാമത്തെ വാക്യം, നഥനയേൽ അവനോട്, റബ്ബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. നീ ഇസ്രായേലിന്റെ രാജാവ്. ആ കാലഘട്ടത്തിൽ ഗലീലയുടെ ഭരണം നടത്തിയിരുന്ന ഗവർണർ ഹേരോദ് അന്തിപ്പാസാണ്. മഹാനായ ഹേരോദിന്റെ മകൻ. പിതാവ് മഹാനായ ഹേരോദ് ഒരു ക്രൂരനായിരുന്നുവെങ്കിലും ചില നന്മ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ജെറുസലേം ദേവാലയത്തിന്റെ പുനർനിർമ്മാണമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ക്രൂര പ്രവർത്തികളിൽ അനേകം ആളുകൾ മരണപ്പെടുവാനായിട്ട് ഇടയായി. അദ്ദേഹത്തിന്റെ പുത്രനാണ് ഹേരോദ് അന്തിപ്പാസ്. പിതാവ് മഹാനായ ഹേരോദിനെ പോലെ അതിക്രൂരനായി ഹേരോദ് അന്തിപ്പാസും തീർന്നു. നേരെ മറിച്ച് അദ്ദേഹത്തിന്റെ സഹോദരനായ ഫിലിപ്പോസ് നീതിയോടുകൂടെയും സമാധാനത്തോടുകൂടെയും രാജ്യഭരണം നിർവഹിച്ചവനാണ്. അതുകൊണ്ട് ഗലീലയുടെ ചുമതലയുള്ള ഹേരോദ് അന്തിപ്പാസിന്റെ ക്രൂരമായ നടപടികൾ, പ്രത്യേകിച്ച് യഹൂദന്മാരുടെ പേരിലുള്ള കഠിനമായ ഭാരം, അപ്രകാരമുള്ള സാമ്പത്തികമായിട്ടുള്ള ഭാരം വല്ലാതെ വിഷമിപ്പിച്ചപ്പോൾ, യഹൂദന്മാർക്ക് യാതൊരു നിലയും വിലയുമില്ലാതെ വന്നപ്പോൾ, ഇസ്രായേലിനു വേണ്ടി, ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഒരു രാജാവ് ഇസ്രായേലിന്റെ ഭാഗമായി, യഹൂദന്മാരുടെ ഭാഗമായി ഉയർത്തെഴുന്നേൽക്കണമെന്ന് ഏതൊരു യഹൂദനും വിശ്വസിച്ചത്, ആഴമായി ആത്മാർത്ഥമായി വിശ്വസിച്ചവനായിരുന്നു ബർത്തിലോമായി അഥവാ നഥനയേൽ എന്ന ക്രിസ്തു ശിഷ്യൻ. പ്രിയമുള്ളവരെ, ഈ ക്രിസ്തു ശിഷ്യന്റെ ആത്മാർത്ഥമായ സമർപ്പണവും ഇസ്രായേലിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയും ഇസ്രായേലിന് സമാധാനത്തിന് വേണ്ടിയുള്ള ധ്യാനവും ഓർക്കുമ്പോൾ ഇസ്രായേലിന് സമാധാനത്തിനായിട്ട് നമുക്കും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഇന്നും സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അറബ് രാജ്യങ്ങൾ ഒരു വശത്തും മറുവശത്ത് ഇസ്രായേലും പോരാട്ടങ്ങളുടെ ചരിത്രം പറയുവാനായിട്ടുണ്ട്. ഇസ്രായേലിന്റെ സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കാം, ലോക സമാധാനത്തിനായിട്ടും പ്രാർത്ഥിക്കാം. അവൻ രാജാതി രാജാവായി വേഗം വരുന്നവനായ കർത്താവാകുന്നു. ഏറ്റവും ഒടുവിലായി ക്രിസ്തു ശിഷ്യനായ ബർത്തലോമായിയുടെ അഥവാ നഥനയേൽ എന്ന അപ്പോസ്തലന്റെ ജീവിതത്തിൽ പിന്നീട് സംഭവിക്കുന്നത് 3 പ്രധാനപ്പെട്ടതായ പാരമ്പര്യങ്ങൾ നഥനയേലിനെ കുറിച്ച് അഥവാ ബർത്തലോമായി എന്ന അപ്പോസ്തലനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ പാരമ്പര്യം ഇന്ത്യയിലേക്ക് വന്നു എന്നത്രേ. രണ്ടാമത്തെ പാരമ്പര്യം ഇന്ത്യയിലേക്ക് വന്നു, അർമേനിയയിലേക്ക് മടങ്ങിപ്പോയി അവിടെ രക്തസാക്ഷിയായി തീർന്നു. മൂന്നാമത്തെ ഒരു പാരമ്പര്യം എത്യോപ്യ, മെസപ്പൊട്ടോമിയ, ലിക്കോണിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് സുവിശേഷ വേലയുമായി ബർത്തലോമായി പോയി എന്നത്രേ വിശ്വസിക്കുന്നത്. ഈ 3 പാരമ്പര്യങ്ങളിൽ ഏതു തന്നെയായിരുന്നാലും ക്രിസ്തു ശിഷ്യനായ നഥനയേൽ കർത്താവിന്റെ ഉത്തമ സാക്ഷിയായി ജീവിച്ചു. 2-ാം സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന അലക്സാണ്ട്രിയയിലെ പാൻഡേനസ് എന്ന ഒരു സ്റ്റോയിക് ഫിലോസഫർ ക്രിസ്ത്യാനിയായി തീരുകയും AD 189 ഇന്ത്യയുടെ വടക്കേ പ്രദേശം സന്ദർശിക്കുകയും അവിടെയുള്ള ആളുകളുമായി പാൻഡേനസ് ഇടപെട്ടപ്പോൾ നഥനയേൽ അഥവാ ബർത്തലോമായി അവിടം സന്ദർശിച്ചുവെന്നും
വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ പ്രതികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നും വിശ്വസിക്കുന്നുണ്ട്. അവരിൽ നിന്ന് ബർത്തിലോമായി അഥവാ നഥനയേൽ അവരെ സന്ദർശിച്ചുവെന്നും ഈ സുവിശേഷ പ്രതി അവർക്ക് നൽകിയെന്നും പാൻഡേനസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അലക്സാൻഡ്രിയയിലെ പാൻഡേനസിന്റെ ഈ കാഴ്ചപ്പാട് 4-ാം സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന കൈസരിയയിലെ യൂസീബിയസും അതുപോലെ തന്നെ 4-ാം സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന ക്ലെമന്റും നഥനയേൽ അഥവാ ബർത്തുലോമായി ഇന്ത്യ സന്ദർശിച്ചുവെന്നും കല്യാണിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ബർത്തുലോമായി ഇന്ത്യയിൽ വന്ന സുവിശേഷം പ്രചരിപ്പിച്ചതായി യാതൊരു പാരമ്പര്യ രേഖകളോ ചരിത്ര രേഖകളോ ഇല്ലെന്നുള്ളതാണ് വസ്തുത. കൈസരിലെ യൂസീബിയസ് ബർത്തുലോമായിയുടെ ഇന്ത്യ സന്ദർശനം എക്ലേഷ്യാസ്റ്റിക്കൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ സന്ദർശിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ പ്രതികൾ വിതരണം ചെയ്തു. തുടർന്ന് സുവിശേഷ ദൗത്യവുമായി അർമേനിയയിലേക്ക് പോയി എന്നും അത്രേ തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്രകാരം ബർത്തുലോമായി തൻ്റെ സുവിശേഷ ദൗത്യം നിർവഹിക്കുമ്പോൾ അർമേനിയൻ രാജാവായ പോളിമസിനെ ക്രിസ്ത്യാനിയാക്കി. അങ്ങനെ പോളിമസിനെ ക്രിസ്ത്യാനിയാക്കിയതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ സഹോദരനായ അസ്റ്റിയേഗസ് രാജകുമാരൻ ബർത്തുലോമായെ തടവിലാക്കുകയും അതിക്രൂരമായി പീഡിപ്പിക്കുകയും അവൻ്റെ ശരീരത്തിൻ്റെ തോല് ഉരിച്ച് ശിരച്ഛേദം ചെയ്ത് കൊന്നുകളഞ്ഞുവെന്നും അതല്ല തലകീഴായി ക്രൂശിച്ചു കൊന്ന് എന്നും വിശ്വസിക്കുന്നു. അർമേനിയയിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തസാക്ഷിയായി തീർന്നു. ബർത്തുലോമായിയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ നമ്മെ സ്വാധീനിക്കട്ടെ. സാക്ഷാൽ ഇസ്രയേലിയൻ, കപടമില്ലാത്തവൻ, ഇസ്രയേലിൻ്റെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ. പ്രിയമുള്ളവരെ, മുൻവിധിയോടുകൂടെയാണ് വിഷയങ്ങളെ അവൻ കൈകാര്യം ചെയ്തിരുന്നു എന്ന് വരികിലും യേശുവിനെ കണ്ടപ്പോൾ അവൻ്റെ ജീവിതത്തിന് ആകമാനം മാറ്റമുണ്ടാകുകയാണ്. യേശു അവനെ വിളിക്കുകയാണ്, അവൻ സാക്ഷാൽ ഇസ്രായേലിനാണ്. 2, അവൻ കപടമില്ലാത്തവനാണ്. 3, യേശു പറയാണ്, അത്തിയുടെ ചുവട്ടിൽ ഇരുന്ന് ധ്യാനിക്കുന്നവൻ അഥവാ ഇസ്രായേലിൻ്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുന്നവൻ. നഥനയേലിനെ പോലെ മറ്റുള്ളവരുടെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാൻ ഭവനത്തിനും പ്രിയപ്പെട്ടവർക്കും ദേശത്തിനും വേണ്ടിയും രോഗസൗഖ്യത്തിനു വേണ്ടിയും ദേശത്തിൻ്റെ സൗഖ്യത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്രകാരം അനുഗ്രഹകരമായ ക്രൈസ്തവ ജീവിതം നമുക്ക് നയിക്കാം.